ലോകത്തിലാകമാനം കടന്നു വരുന്ന ഉമ്മത്ത് മുഹമ്മദിൽപ്പെട്ട ഓരോ ആളുകളും ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഉദ്ഹിയത്ത് അർത്തിരിക്കണമെന്നുള്ള ഈ പ്രഖ്യാപനം അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തുന്നതിന്റെ പിന്നിലുള്ള കാരണം എന്തെന്ന് നമുക്കറിയുമോ? ഓരോ വലിയ പെരുന്നാൾ കടന്നു വരുമ്പോഴും പൈസയുള്ള ആളുകൾ, അതിന് സാഹചര്യങ്ങളും സംവിധാനങ്ങളും ഒരുങ്ങുന്ന ആളുകൾ ബലിമൃഗത്തിനെ വാങ്ങിച്ചുകൊണ്ട് അതിനെ ഉദ്ഹിയത്ത് അറുത്ത് പാവങ്ങളാകുന്ന ആളുകൾക്ക് വിതരണം ചെയ്യണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിച്ചതിന്റെ പിന്നിലുള്ള രഹസ്യം എന്തെന്നറിയുമോ? 4000 വർഷങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിലേക്ക് നിറ കണ്ണുകളോടെ കരമുയർത്തിക്കൊണ്ട് ദുആയിരക്കുകയാണ്, യാ അല്ലാഹ് വജ്അൽ ലീ ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ. ഞാൻ ഒരുപാട് നന്മകൾ ഈ ഭൂമി ലോകത്ത് വെച്ച് ചെയ്തിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നിന്റെ തൃപ്തിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്, ഒരുപാട് നന്മകൾ നിന്റെ പൊരുത്തത്തിന് വേണ്ടി ഞാൻ നിർവഹിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ശേഷം കടന്നു വരാൻ പോകുന്ന, എന്റെ മരണത്തിന് ശേഷം കടന്നു വരാൻ പോകുന്ന ആളുകളുടെ നല്ല നാവുകളിൽ നിന്നും എന്റെ പേരുകൾ ഉച്ചരിച്ചെനിക്ക് കേൾക്കണം അല്ലാഹ്. ഏറ്റവും വലിയ ദുആ. എനിക്ക് ശേഷം, എന്റെ മരണത്തിന് ശേഷം കടന്നു വരാനിരിക്കുന്ന ഓരോ നല്ല ആളുകളുടെയും നാവിൽ നിന്ന് എന്റെ പേരും എന്റെ ഓർമ്മകളും അവിടുന്ന് അയവിറക്കി തരണമേ അല്ലാ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഇബ്രാഹിം നബി ദുആ ഇറക്കുകയാണ്. ആ ദുആഇന്റെ ഫലമാണ് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, 4000 വർഷങ്ങൾക്ക് ഇപ്പുറവും ഒരു ബലിപെരുന്നാൾ കടന്നു വരാൻ നേരത്ത് ഓരോ പള്ളിയുടെ മിമ്പറിൽ നിന്നുകൊണ്ടും ഉസ്താദന്മാർ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പേരുച്ചരിച്ചുകൊണ്ട് അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നത് ആ ദുആഇന്റെ ഫലമെന്നോണമാണ്. ബലിപെരുന്നാൾ കടന്നു വരുമ്പോ മറ്റുള്ള സമ്പത്തുകളോ സമ്പാദ്യങ്ങളോ ഒന്നും തന്നെ വകവെക്കാതെ അവിടുന്ന് ബലിമൃഗത്തിനെ വാങ്ങിച്ചുകൊണ്ട് ഉദ്ഹിയത്ത് അറുത്ത് പാവങ്ങളാകുന്ന ആളുകൾക്ക് വിതരണം ചെയ്യുന്നത് ആ ദുആഇന്റെ ഫലമാണ്. ആ ദുആഇന്റെ ഫലമെന്നോണമാണ് നമ്മൾ അത്തഹിയ്യാത്തിന് ശേഷം ചെയ്യുന്നതായ സ്വലാത്തിൽ ഇബ്രാഹിം നബിയുടെ പേരുച്ചരിക്കുന്നത്. ഇബ്രാഹിം നബിയെ പോലെ പ്രിയമുള്ളവരെ നമുക്കുമാകേണ്ടതില്ലേ? നമ്മുടെ മരണത്തിന് ശേഷവും ഈ സമൂഹം, ഈ നാട്, അല്ലെങ്കിൽ നമ്മുടെ കുടുംബം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ട മക്കളെങ്കിലും നമ്മുടെ പേരോ നമ്മൾ ചെയ്തു കൊടുത്ത കാര്യമോ ഒന്ന് അയവിറക്കുമ്പോൾ എത്രയോ വലിയ സന്തോഷമാണ് പ്രിയമുള്ളവരെ നമുക്കുണ്ടാകുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നതായി കാണാൻ സാധിക്കും, മരണപ്പെട്ടതായ ഒരു വ്യക്തിയെ കുറിച്ച് നിങ്ങൾ മോശപ്പെട്ട ഒരു കാര്യങ്ങളും പറയാൻ പാടില്ല. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടാകും, പക്ഷേ മരണമടഞ്ഞു പോയ ആളാണെങ്കിൽ അയാളെ കുറിച്ച് മോശങ്ങൾ പറയാൻ പാടില്ല. കാരണം അങ്ങനെ പറയുകയാണെങ്കിൽ ആ മോശത്തരത്തിന്റെ ഒരു തെറ്റ്, ഒരു ശിക്ഷ അയാളുടെ ഖബറിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിച്ചു കൊടുക്കും. അതുകൊണ്ടല്ലേ പഴയ ആളുകളൊക്കെ പറയുന്നത് കാണാം, അദ്ദേഹം മരിച്ചുപോയ അയാളെ കുറിച്ചൊന്നും പറയേണ്ട പോട്ട് എന്ന് പറയും. മരണമടഞ്ഞ ആളുകളെ കുറിച്ച് നല്ലതല്ലാതെ മറ്റൊന്നും പറയാൻ പാടില്ല. നല്ലത് പറഞ്ഞാൽ അതിന്റെ ഒരു പങ്ക് അദ്ദേഹത്തിന്റെ ഖബറിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിച്ചു കൊടുക്കും. അങ്ങനെ നല്ലത് പറയുന്ന, നല്ലതുമായി ബന്ധപ്പെടുന്നതായ മരണങ്ങളുടെ കൂട്ടത്തിൽ, മയ്യത്തുകളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ചുരുക്കം പറഞ്ഞ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ മരണത്തിന് ശേഷം നമ്മളെ കുറിച്ച് നല്ലത് പറയുന്ന ഒരു സമൂഹത്തിനെ നാം ഓരോരുത്തരും വാർത്തെടുക്കേണ്ടതുണ്ട്. നമ്മുടെ സമൂഹത്തിനെ വാർത്തെടുക്കാൻ പറ്റില്ലെങ്കിൽ നമ്മുടെ കുടുംബക്കാരെ കുറിച്ച് അവരെങ്കിലും നമ്മളെ കുറിച്ച് നല്ലത് പറയണം. അല്ല, നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കള്, നമ്മുടെ മരുമക്കള്, ചെറുമക്കൾ, ഇവരെങ്കിലും നമ്മളെ കുറിച്ച് നല്ലത് പറയുന്നതായ പ്രവർത്തനങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ നാം ഓരോരുത്തരും ചെയ്യേണ്ടതുണ്ട്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം കാണിച്ചു തന്ന ഏറ്റവും വലിയ പാത. ഇപ്പൊ എത്രയോ കോടിക്കണക്കാന ആളുകളാണ് ഇബ്രാഹിം നബിയുടെ പേര് പറയുമ്പോൾ സ്വലാത്ത് ചൊല്ലുന്നത്. എത്രയോ കോടിക്കണക്കാന ആളുകളുടെ മനസ്സിലാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ത്യാഗോചരമായ സ്മരണകൾ ഈ ദുൽഹജ്ജ് മാസത്തിൽ അയവിറക്കിക്കൊണ്ടിരിക്കുന്നത്. എത്രയോ കോടിക്കണക്കാന ആളുകളാണ് ഉദ്ഹിയത്ത് അറുക്കുമ്പോ അതിന്റെ ഒരു പ്രതിഫലം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അക്കൗണ്ടിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇട്ട് കൊടുക്കുന്നത്. കാരണം ഇബ്രാഹിം നബിയുടെ ദുആ ആണ്, അല്ലാഹുവേ, ഈ ലോകത്ത് അവസാനം കടന്നു വരുന്ന ആരൊക്കെയുണ്ടോ അവരുടെ മുഴുവൻ ഓർമ്മകളിലും എന്റെ നല്ല നല്ല ഓർമ്മകൾ നീ നിക്ഷേപിക്കണേ എന്നുള്ള ഏറ്റവും വലിയ ദുആ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി ചെയ്യുകയാണ്. നമ്മൾ മക്കളെ പഠിപ്പിച്ചിട്ടില്ലേ?
നമ്മൾ മക്കൾക്ക് വേണ്ടി എത്രയോ നന്മകൾ ചെയ്തു കൊടുക്കുന്നു. നമ്മുടെ ആരോഗ്യവും ആയുസ്സും എല്ലാം കൊണ്ട് നമ്മുടെ മക്കൾക്ക് നല്ല വീടുകൾ നമ്മൾ വെച്ചു കൊടുക്കുന്നു, നല്ല വാഹനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നു, നല്ല ധനവും സമ്പാദ്യവും ചെലവഴിച്ച് നല്ല വിളപിടിപ്പുള്ള സംവിധാനങ്ങൾ നമ്മുടെ പിഞ്ചു മക്കൾക്ക്, നമ്മുടെ പൊന്നു മക്കൾക്ക് നമ്മൾ ഒരുക്കി കൊടുക്കുന്നു. എപ്പോഴെങ്കിലും എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ആ മക്കളുടെ മുഖത്ത് നോക്കി നമ്മൾ പറഞ്ഞിട്ടുണ്ടോ, മോനെ ഞാൻ മരിക്കാൻ നേരത്ത്, ഞാൻ മരിച്ച് ഖബറിലാകുന്ന സമയത്ത് എല്ലാ ദിവസവും എനിക്ക് വേണ്ടി നീ യാസീൻ ഓതണമെന്ന് സ്വന്തം മക്കളോട് പറയാൻ എത്ര പിതാക്കന്മാർക്ക് സാധിക്കും? ഞാൻ മരിച്ച് ഖബറിൽ കിടക്കുമ്പം എല്ലാ ദിവസവും ഒരു യാസീൻ എനിക്ക് വേണ്ടി നീ ഓതണം, ഇതെന്റെ വസിയത്താണെന്ന് സ്വന്തം മക്കളോട് പിതാക്കന്മാർക്ക് അല്ലെങ്കിൽ മാതാവിന് പറയാൻ സാധിക്കണം. അല്ലെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട് നീ സ്വതക്ക കൊടുക്കണം എന്ന് നമ്മൾ എത്ര പേര് പറഞ്ഞിട്ടുണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ? അല്ലെങ്കിൽ എല്ലാ വെള്ളിയാഴ്ച ദിവസവും ഈ ജുമാ നിസ്കരിച്ചതിന് ശേഷം ആ പള്ളിയുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഖബറിൽ ഞാൻ ഉണ്ടാകും, അവിടെ വന്ന് എനിക്ക് വേണ്ടി ഒരു ഫാത്തിഹ ഓതി ഒന്ന് ദുആയിരക്കണേ പൊന്നു മോനെ എന്ന് ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ മക്കളോട് പറഞ്ഞാൽ അതൊരു വസിയത്തായി അവർ ഏറ്റെടുത്തുകൊണ്ട് ഇതുപോലെ നടത്തും. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ട ആളുകളെ പ്രിയമുള്ളവരെ നമ്മൾ ഓർക്കണം. നമ്മൾ ഓർക്കുമ്പോൾ അതിന്റെ ഒരു പങ്ക് പതിവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിച്ചു കൊടുക്കും, അതിന് സംശയമേതുമില്ല. നമ്മൾ ഖുർആൻ ഓതണം മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടി. നമ്മൾ ഖുർആൻ ഓതുന്നതിന്റെ ഓരോ ഹർഫ് പ്രതിഫലവും നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തരും, അതിനൊരു സംശയമില്ല. അതുപോലെ മിസ്ല് സവാബ്, നമ്മൾ ഓതിയതിന്റെ ഖുർആനിന്റെ ഓരോ അക്ഷരത്തിന്റെയും മിസ്ല് സവാബ്, തത്തുല്യമായ പ്രതിഫലം അല്ലാഹ് മരണപ്പെട്ടു പോയ വാപ്പയുടെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണേ, മരണപ്പെട്ടു പോയ ഉമ്മയുടെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണേ എന്ന് ദുആ ഇരക്കുമ്പോൾ അതിന്റെ പ്രതിഫലം പ്രിയമുള്ളവരെ അല്ലാഹു എത്തിച്ചു കൊടുക്കും. കാരണം ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്ന ഏറ്റവും വലിയ ഒരു പാഠമുണ്ട്. നിങ്ങൾ കുടുംബത്തിൽ നിന്നും ആരെങ്കിലും മരണമടഞ്ഞു പോയാൽ അവർക്ക് ഈ ഭൂമിയിലുള്ള മുഴുവൻ സംവിധാനങ്ങളും കിട്ടുന്നതിനേക്കാൾ ഏറ്റവും വലിയ പ്രതിഫലമുള്ളത് ആ മരണമടഞ്ഞു പോയവന്റെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും ഒരാൾ, കൂട്ടുകാരിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ, മക്കളിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ അദ്ദേഹത്തിന്റെ ഖബറിൽ പോയി ഒന്ന് ദുആയിരന്നാൽ, അദ്ദേഹത്തിന്റെ ശിക്ഷ കുറച്ചു കൊടുക്കാൻ വേണ്ടി ഒന്ന് ദുആയിരന്നാൽ, അദ്ദേഹത്തിന്റെ പാരത്രികമാകുന്ന ലോക വിജയത്തിന് വേണ്ടി ഒന്ന് ദുആയിരന്നാൽ, ആ ദുആ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയും അതുവരെ ശിക്ഷ നിറഞ്ഞതായ ഖബറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനികമാകുന്ന വെളിച്ചം നിറയ്ക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. എത്രയോ വർഷങ്ങളായി നമ്മുടെ പിതാക്കന്മാർ മാതാക്കന്മാർ മരണപ്പെട്ടു പോയിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ തിരക്കുകൾ കാരണം ഒന്നാ ഖബറിന്റെ അടുത്ത് പോകാൻ നമുക്ക് മടിയാണ്, അല്ലെങ്കിൽ അങ്ങ് വരെ പോകണ്ടേ, ജുമാ കഴിഞ്ഞിട്ട് ഏതെങ്കിലും സ്ഥലത്തേക്ക് എനിക്ക് പോകേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് പിന്നൊരു ദിവസത്തേക്ക് നമ്മൾ മാറ്റിവെക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആണ്ട് ദിവസം വരാൻ വേണ്ടി മാത്രം നമ്മുടെ പിതാവിനെയും മാതാവിനെയും ഓർക്കുന്ന മക്കളായി പ്രിയമുള്ളവരെ നമ്മൾ മാറരുത്. ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ ഉമ്മയ്ക്കും വാപ്പയ്ക്കും കൊടുക്കാൻ പറ്റിയിട്ടില്ലാത്ത സ്നേഹം എങ്ങനെയാണ് നമുക്ക് മരണപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം കൊടുക്കാൻ സാധിക്കുന്നത്? ചില ആളുകളുണ്ട്, വാപ്പ മരണപ്പെട്ടു പോകുമ്പം അല്ലെങ്കിൽ ഉമ്മ മരണപ്പെട്ടു പോകുമ്പോൾ ഭയങ്കര സ്നേഹമായിരിക്കും. മൂന്നാം ഫാത്തിഹയും 7 ദിക്റും 40 ആണ്ടൊക്കെ നല്ല ഗംഭീരമായി ആളുകളെ വിളിച്ച് നല്ല സുഭിക്ഷമായ ഭക്ഷണത്തോടുകൂടി വലിയ പരിപാടിയായിട്ട് നടത്തും. ഇതേ പരിപാടിക്ക് വേണ്ടി ചെലവഴിക്കുന്നതായ ആ പൈസ ആ പ്രിയപ്പെട്ട വാപ്പ ജീവനോടെ കിടക്കുമ്പം മരുന്ന് വാങ്ങാൻ നമ്മൾ കൊടുത്തിരുന്നെങ്കിൽ ഇന്നും ആ പ്രിയപ്പെട്ട പിതാവ് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നേനെ. നമ്മുടെ പ്രഹസനങ്ങളെല്ലാം നിർത്തിവെക്കണം. നമ്മുടെ ഇബാദത്തുകൾ മുഴുവൻ ഇഖ്ലാസുകൾ ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. വരും ദിവസങ്ങളിൽ ഉദുഹിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആളുകൾ ഇടപെടുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ഹനഫി മദ്ഹബ് അനുസരിച്ചുകൊണ്ട് ഉദുഹിയത്തിറക്കൽ വാജിബാണല്ലോ. കഴിവിന്റെ പരമാവധി കഴിവുള്ള ആളുകളെല്ലാം അതിൽ ഇടപെടണമെന്ന് വിനീതമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞതും കേട്ടതുമായ എല്ലാ കാര്യങ്ങളും ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ നമ്മൾ മരണപ്പെട്ടുകൊണ്ട് ഖബറിന്റെ ഉള്ളിലേക്ക് കടന്നു പോകുമ്പോൾ ഒരു പ്രകാശമായി നമ്മൾ പറഞ്ഞതും കേട്ടതുമായി ഇൽമ് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിച്ച് തന്ന് സന്തോഷിപ്പിക്കുമാറാകട്ടെ.